ഈ കണ്ണുകൾ എപ്പോഴും ഈ ചിമ്മിണിയിലേക്ക് തന്നെയായിരുന്നു. വെളുത്ത പുക കണ്ടില്ല എന്നത് വളരെ ദുഃഖകരമാണ്. ഇനി എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പ് അത് 3-2 ഭൂരിപക്ഷം എത്തിയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട്. കാരണം 3-2 ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും വെളുത്ത പുക വരുമായിരുന്നു എന്ന് അനുമാനിക്കാം. എനിക്ക് തോന്നുന്നത് ഇത് 3ാം റൗണ്ട് വോട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും. അതിന്റെ റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്ന് കരുതുകയാണ്. 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. വത്തിക്കാൻ നൽകുന്ന സമയം അനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ സമയം 3:30. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 15 മിനിറ്റും കൂടി ഉള്ളൂ ആ ഒരു സമയത്തിന്. വത്തിക്കാൻ സമയം ഇപ്പോൾ അച്ഛൻ അവിടെ 12 മണിയാവാനായിട്ട് 15 മിനിറ്റ് ഉള്ളൂ. 11:45 കഴിഞ്ഞിരിക്കുകയാണ് റോമില്, വത്തിക്കാനില്. അപ്പോൾ ഇന്ത്യൻ സമയം 3:30 ആവുന്നു. അങ്ങനെയാണെങ്കിൽ 3:30ക്കാണ് 2 വോട്ടെടുപ്പിന്റെയും ആൻസർ ആയിട്ടുള്ള ആ ഒരു പുക ഉയരുന്നത്. അത് കറുപ്പായിരിക്കാം അല്ലെങ്കിൽ വെളുപ്പായിരിക്കാം എന്നുള്ളത് ഇനി എന്തായാലും അത് ഉറപ്പാണ് അല്ലേ? ഇനി എന്തായാലും 3:30 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് പുക ഉയരും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും ഇന്ന് നടന്ന 2 വോട്ടെടുപ്പിന്റെയും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീരുമാനം അനുസരിച്ചുള്ള ഒരു പുകയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് വെളുത്തതും സംഭവിക്കാം, കറുത്തതായിരിക്കണമെന്നില്ലല്ലോ. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വൈകുന്നേരത്തിലേക്കാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ രാത്രി സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദൃശ്യങ്ങൾ പോലെ തന്നെ ഒരു പുതിയ മാർപ്പാപ്പ വരണം, മട്ടുപ്പാവിൽ കാണണം. ഒരുപാട് വിശ്വാസികൾ മൊബൈൽ ടോർച്ചുകളൊക്കെ പിടിച്ചുകൊണ്ട് പുതിയ മാർപ്പാപ്പയെ വരവേൽക്കണം. ആ ഒരു സുന്ദരമായ ആ ഒരു ദൃശ്യത്തിലേക്കാണ് ഞങ്ങളുടെ മനസ്സ്. ഇവിടെ ന്യൂസ് റൂമിൽ ഇരിക്കുമ്പോഴും മനസ്സ് അതിലേക്കാണ്. ഈ ഒരു ഇപ്പോൾ വത്തിക്കാനിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു നട്ടുച്ച സമയത്ത് മാർപ്പാപ്പയെ കാണുവാനായിട്ട് മനസ്സൊരുങ്ങിയിട്ടില്ല. എങ്കിലും എന്തും സംഭവിക്കാം. അരമണിക്കൂറിനുള്ളിൽ എന്തും വത്തിക്കാനിൽ സംഭവിക്കാം. ലോകം കാത്തിരിക്കുന്ന ആ മാർപ്പാപ്പയെ എത്താമെന്നൊക്കെയാണ് അല്ലേ? എന്തായാലും ഈ അച്ഛൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ആ ഒരു രഹസ്യാത്മകതയെ കുറിച്ചാണ്, വത്തിക്കാനിലെ ആ ഒരു ബാലറ്റുകളുടെ രഹസ്യാത്മകത. കേൾക്കുന്നുണ്ട് അച്ഛാ? അതൊന്ന് തുടരാമോ? ഞാൻ പറഞ്ഞത് അന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഇങ്ങനെയായിരുന്നല്ലോ. അതായത് 1904 പിയൂസ് 10 മാർപ്പാപ്പയാണ് ആ ബാലറ്റിന്റെ രഹസ്യ സ്വഭാവം അത് കോൺക്ലേവിൽ മാത്രമല്ല അതിനുശേഷവും എന്നേക്കുമായി തുടർന്ന് കീപ്പ് ചെയ്യണമെന്നുള്ള ഒരു നിയമം സാധുതയായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺക്ലേവിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അതീവ രഹസ്യമാണ്. ബാലറ്റുകളാണ് കെമിക്കൽസിനോട് ചേർന്ന് പൈറോടെക്നിക് ഉപയോഗിച്ച് ആ കാട്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറ്റി പുകയായിട്ട് കറുത്ത നിറത്തിലോ വെളുത്ത നിറത്തിലുള്ള പുകയായിട്ട് പുറത്തേക്ക് വരുന്നത്. ബാലറ്റുകൾ അപ്പൊ തന്നെ അത് കത്തിച്ചു കളയുകയാണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ആ രഹസ്യ സ്വഭാവം തീർച്ചയായും എക്സ്റ്റേണൽ ആയിട്ടുള്ളത് കത്തിച്ചു കളയുന്നു. ഇന്റേണൽ ആയിട്ടുള്ളത് ഓരോ കർദിനാൾമാരും ദൈവസന്നിധിയിലെടുത്ത ആ ഓത്തിന്റെ വെളിച്ചത്തിലും മനസാക്ഷിയുടെ വെളിച്ചത്തിലും അവരെടുത്ത ദൈവനാമത്തിലെടുത്ത സുവിശേഷത്തെ സാക്ഷ്യമാക്കിയെടുത്ത പ്രതിജ്ഞയുടെ വെളിച്ചത്തിലും അവർ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അച്ഛാ, അത് തന്നെയാണ് നമുക്ക് അറിയാം. എന്തായാലും ഇത് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ചിമ്മിണിക്ക് താഴെയുള്ള സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും നമുക്ക് ആർക്കും ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്കും പറയാൻ സാധിക്കില്ല. ലോകത്തൊരാൾക്കും അവരുടെ ഉള്ളിൽ ആയിരിക്കുന്ന 133 കർദിനാൾമാരുടെ ഉള്ളിൽ എന്നല്ലാതെ പുറത്തേക്ക് പോകില്ല എന്നതാണ് അതിൻ്റെ ആ ഒരു രഹസ്യാത്മത ഇന്നും കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വിശ്വാസികളുടെ എണ്ണം കൂടിയോ അവിടേക്ക് ഉച്ചയാവുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനൊക്കെ? തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. തീർച്ചയായും ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ പ്യാറ്റ്സ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇത് മെയിൻ ആയിട്ട് ജേർണലിസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയകള്. അപ്പൊ അതുകൊണ്ട് അധികം ജനത്തെ ഇവിടെ കാണാൻ സാധിക്കില്ല. എന്നാൽ പ്യാറ്റ്സയുടെ അകത്ത് ഇരു സൈഡിലുമായും അകത്തുമെല്ലാം വലിയൊരു ജനാവലി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുക ബ്ലാക്ക് ഇതാ വീണ്ടും കറുത്ത പുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതാ പുക വന്നു കഴിഞ്ഞു, കറുത്ത പുകയാണ് എന്നാണ് മനസ്സിലാവുക. അത് തീർച്ചയായും അതെ കറുത്ത പുക വന്നിരിക്കുകയാണ്. കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. പക്ഷേ നമ്മൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കറുത്ത പുക വന്നിരിക്കുകയാണ്. 2ാം ഘട്ടവും കറുത്ത പുക എത്തിയിരിക്കുന്നു. 3 വട്ട വോട്ടെടുപ്പുകൾ ഇവിടെ അവസാനിക്കുമ്പോൾ കറുത്ത പുകയിലേക്കാണ് പോകുന്നത്. നിരാശയുടെയല്ല, പക്ഷേ പ്രത്യാശയുടെയാണ്. സ്വർഗം
തരുന്ന ആ ഒരു മാർപ്പാപ്പയ്ക്കായി നമ്മൾ വീണ്ടും പ്രത്യാശയോടെ കാത്തിരിക്കണം എന്നൊരു സിഗ്നലാണ് ഈ ഒരു കറുത്ത പുകയിൽ നിന്ന് ഉയരുന്നത്. പക്ഷെ നമുക്കറിയാം സമയം നമ്മൾ വിചാരിച്ചതിലും മുൻപാണ്. 3:30 മണിക്കാണ് വത്തിക്കാൻ പറഞ്ഞതെങ്കിൽ ഇന്ത്യൻ സമയം 3:20 ഈ ഒരു കറുത്ത പുക ഉയരുന്നത്. 3 വട്ട വോട്ടെടുപ്പുകൾ ഇപ്പോൾ സിസ്റ്റൈൻ ചാപ്പലിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും മെയ് 8-ാം തീയതി 2 വട്ട വോട്ടെടുപ്പുകൾ രാവിലെ തുടങ്ങിയ 9:30 രാവിലെ തുടങ്ങിയ ആദ്യവട്ട വോട്ടെടുപ്പും അതിനുശേഷം 2-ാം വട്ട വോട്ടെടുപ്പും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ 2 വട്ട വോട്ടെടുപ്പിലും 3/2 ഭൂരിപക്ഷം, അതായത് 89 എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ നമ്പറിലേക്ക് ഒരു കർദിനാളിനും ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ഒരു അടയാളത്തിൽ നിന്ന്, കറുത്ത പുക ഉയർന്നുകൊണ്ടുള്ള ഈ ഒരു അടയാളത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ കൂടിയിരുന്ന, രാവിലെ മുതൽ പ്രാർത്ഥനയിൽ കൂടിയിരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും പറയാനുള്ളത് പ്രാർത്ഥന തുടരുക എന്നതാണ്. ഏകദേശം ആദ്യഘട്ട വോട്ടെടുപ്പ്, ഇന്നത്തെ ദിവസത്തെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. 2 വട്ടം ആദ്യഘട്ടം വോട്ടെടുത്തു. ഈ 2 വട്ടം വോട്ടെടുത്തതിലും ഇപ്പോൾ വരുന്നത് കറുത്ത പുകയാണ്. ഈ ഒരു ചിമ്മിണിയിലേക്കായിരുന്നു രാവിലെ മുതൽ നമ്മൾ നോക്കിയത്. ഈ ചിമ്മിണിയിൽ നിന്ന് കറുത്ത പുക ഉയരുമ്പോൾ നമുക്കറിയാം ഈ 3 വട്ട വോട്ടെടുപ്പുകൾ ഇന്നലെ മുതൽ തുടങ്ങിയ അത് അവസാനിക്കുമ്പോൾ ആർക്കും 89 വോട്ടുകൾ ഒരു കർദിനാളിനും നേടാനായില്ല എന്നത് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് കർദിനാൾമാരെ വീണ്ടും ഒരുക്കുകയാണ്, അവരുടെ ഹൃദയത്തെ ഒരുക്കുകയാണ്. യഥാർത്ഥമായ കൃത്യമായ പേരുകളിലേക്ക് ഓരോ കർദിനാൾമാരും എത്തുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ വീണ്ടും പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കറുത്ത പുക ഉയരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രത്യാശയുടെ ഒരു കറുത്ത പുകയായിട്ട് തന്നെ വേണം അതിനെ കാണാൻ, നിരാശയുടേതല്ല. കാരണം കറുത്ത പുക വെളുത്തതായിട്ട് മാറുമ്പോൾ സഭയെ നയിക്കാൻ അനുയോജ്യനായ വ്യക്തി വരുമെന്നുള്ളതാണ്. ജോബിച്ച, എങ്ങനെയാണ് അവിടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു ജനങ്ങളുടെ ആ ഒരു ഒച്ച? തീർച്ചയായും പെട്ടെന്ന് ആ പുക വരുന്ന സമയത്ത് ഞാൻ കണ്ടത് ഇവിടെ എല്ലാം നിശ്ചലമായ ഒരു മൗനം, ഏകദേശം സെക്കൻഡുകൾ, മിനിറ്റുകൾ എല്ലാവരും നിശ്ചലരായി നിന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. ജനങ്ങളെല്ലാവരും സ്തബ്ധരായി നിശബ്ദതയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നിമിഷമായിരുന്നു. എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ ദുഃഖത്തോടെ പോകുന്നവരുണ്ട്, സങ്കടത്തോടെ പോകുന്നവരുണ്ട്. ഏതായിരുന്നാലും ഇതൊന്നും നമ്മൾ കാര്യമായി പരിഗണിക്കേണ്ടതില്ലല്ലോ. കാരണം സഭയുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിപ്പും എല്ലാം പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ പലരും ദുഃഖാർത്ഥരായിട്ട് കാണപ്പെടാം. എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് വരാമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ തുടരാം. ഏതായാലും ലൈവായിട്ട് നമുക്കത് കാണാൻ സാധിച്ചു പെട്ടെന്ന് തന്നെ. അത് ഏതായിരുന്നാലും ഇനി ഉച്ചയ്ക്ക് വീണ്ടും അടുത്ത റൗണ്ടിലെ വോട്ടെടുപ്പിൽ ഒരു മാജിക്, അതായത് 75 രാജ്യങ്ങളിൽ നിന്നുള്ള 133 കർദിനാൾമാരാണ് വോട്ടെടുപ്പിന് വന്നത്. അപ്പൊ തീർച്ചയായും മജോറിറ്റിയായ 89 ആ 133 കർദിനാൾമാരിൽ നിന്നും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അത് പ്രാർത്ഥനകൾ കൂടുതൽ ആവശ്യമുണ്ട് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. പ്രാർത്ഥനകൾ തുടരേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ, ഞങ്ങൾ ലൈവില് അച്ഛന്റെ ആ ഒരു പെട്ടെന്ന് ആ ഒരു മുഖഭാവം മാറിയപ്പോൾ എന്തോ അവിടെ സംഭവിച്ചു. ഒരു പക്ഷെ ഞങ്ങളുടെ അച്ഛന്റെ ദൃശ്യത്തിലായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത്. കുറച്ച് നേരത്തേക്ക്, വളരെ നേരത്തേക്ക് ആ പൂക്കോടലിന്റെ ദൃശ്യം ഒന്ന് ഞങ്ങളൊന്ന് മാറ്റിയ സമയത്താണ് അച്ഛന്റെ മുഖത്ത് നിന്ന് ആ ഒരു പെട്ടെന്ന് അവിടെ എന്തോ സംഭവിച്ചു എന്ന രീതിയിലേക്ക് വന്നത്. അത് ഒരു പക്ഷേ പെട്ടെന്നത് വെളുത്ത പുകയായിരിക്കാം എന്നൊരു ഇതിലേക്ക് ഞങ്ങൾ എത്തി. പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കാണാൻ സാധിച്ചത് കറുത്ത പുകയാണ്. പക്ഷെ ഇതിൽ സങ്കടം തോന്നുന്നില്ല. കാരണം നമുക്കറിയാം സഭയെ നയിക്കാനായിട്ട് ഒരുപാട് യോഗ്യരായിട്ടുള്ള കർദിനാൾമാരുടെ സംഘമാണ് ഈ 133 പേരുന്നത്. ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ സ്പ്ലിറ്റായിട്ട് പോവാം സാധാരണയായിട്ട്. കാരണം അത് ഒരു പോസിറ്റീവാണ്. സ്പ്ലിറ്റായിട്ട് പോകുന്നു എന്നതൊരു പോസിറ്റീവാണ്. കാരണം അത്രമാത്രം ഗുണങ്ങളുള്ള. പ്രധാനമായും ഒരു കാരണം എടുത്തു പറയുന്നത്, ഇപ്പോഴുള്ള 133 കർദിനാൾമാരിൽ 108 പേരെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച വോട്ടവകാശമുള്ളവരാണ്. 22 പേരാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കാലത്ത്, 5 പേര് ജോൺ പോളിന്റെ. അപ്പം ഒരു കാര്യമുള്ളത്, ഒരുപാട് കർദിനാൾമാർ പുതിയവരാണ്. അവർക്ക് പരസ്പരം ആഴമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകളില്ല. അതും ഒരു പരിമിതികളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് നമുക്കറിയാം
മൂന്ന് പേപ്പർസിയുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പരിശോധിക്കുമ്പോൾ ചിന്താഗതികളുമായി പൊരുത്തപ്പെട്ടു പോയി. ഇനി ഒരു പുതിയ മാർപ്പാപ്പ എങ്ങനെയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ഒരു മാർപ്പാപ്പയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ 12 കർദിനാൾമാരുടെ പൊതുയോഗങ്ങൾ നടന്നത്. അപ്പൊ ഒരു ഭാഷകളായി തിരിഞ്ഞ് ചർച്ചകൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ നന്മയെ കരുതിക്കൊണ്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ദിവസത്തിലേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ചർച്ചകൾ നടന്നത്. അപ്പോൾ ആ 12 പൊതുയോഗങ്ങളും അവർക്ക് പൊതുവായ ഒരു കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തീർച്ചയായും സഭയെ നയിക്കേണ്ട ഒരു ഇടയനെ നമ്മൾ ധൃതി പിടിച്ച് പെട്ടെന്ന് തെരഞ്ഞെടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം അത് തീർച്ചയായും ആഴമായ പ്രാർത്ഥനയിലൂടെ, കൃത്യമായ ബോധ്യത്തിലൂടെ, വെളിപ്പെടുത്തലിലൂടെ നടക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നീണ്ടുപോകുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും അവരുടെ നമ്മളെക്കാളും കൂടുതൽ, മാധ്യമങ്ങളെക്കാളും കൂടുതൽ അടുത്ത മാർപ്പാപ്പ ആരായിരിക്കണമെന്ന് കൃത്യമായ വ്യക്തത ആ 133 കർദിനാൾമാർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. എങ്കിലും സഭയോ ഒരു വ്യക്തിയുടെ താല്പര്യമല്ലല്ലോ അവിടെ നടക്കേണ്ടത്. ആ 133 കർദിനാൾമാർക്കും കൂടുതൽ താല്പര്യമുള്ള സഭയെ നയിക്കേണ്ട വ്യക്തിയെ എല്ലാവരുടെയും ഇഷ്ടങ്ങളിലേക്ക് ഉൾച്ചേർന്ന് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് സമയമെടുക്കുന്നത്. ഒരു വ്യക്തിയുടെ താല്പര്യമായിരുന്നെങ്കിൽ അത് പണ്ടേ അതിനുള്ള റിസൾട്ട് വരുമല്ലോ. അപ്പൊ ആ മജോറിറ്റി മിനിമം 89, 3-2 മജോറിറ്റി വരിക എന്നുള്ളത് അവരെല്ലാവരും യുനാനിമസായി അവരുടെ ഹൃദയത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വോട്ടെടുപ്പിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവജനം ഇവിടെ സമ്മിശ്രമായ വികാരങ്ങളാണ് അവരുടെ മുഖങ്ങളിൽ കാണാൻ സാധിക്കുക ചുറ്റുപാടും. ഏതായിരുന്നാലും നമ്മളുടെ ഈ ശുശ്രൂഷ ടെലിവിഷനിലൂടെ ദൈവജനത്തെ ഇത്രയും വലിയ മഹത്തായ ഒരു കാര്യം, സഭയുടെ വിധേയൻ ആരായിരിക്കുമെന്ന് ദൈവജനത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ശുശ്രൂഷകൾ വലിയ ഒരു ആശ്വാസം തന്നെ നൽകുന്നുണ്ട്, പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ജനം ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഓക്കെ അച്ഛാ, താങ്ക് യു.